പ്രിയപ്പെട്ട BMC അഹ്ലൻ റമദാൻ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമദാൻ അതിൻ്റെ ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായ സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. അതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന റമദാനെ സംബന്ധിച്ച് എന്തിനാണ് ഈ ഒരു മാസത്തിൽ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കപ്പെടുന്നതെന്നാണ്. ഒരുപാട് വേദഗ്രന്ഥങ്ങൾ ലോകത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് മനുഷ്യൻ്റെ മാർഗദർശനത്തിന് വേണ്ടി, മനുഷ്യൻ എങ്ങനെ ഭൂമിയിൽ ജീവിക്കണം, നല്ലവനായി തീരണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാരും ആ പ്രവാചകന്മാരോടൊപ്പം വേദഗ്രന്ഥങ്ങളും വന്നിട്ടുണ്ട്. മുൻകാല വേദഗ്രന്ഥങ്ങളായിട്ടുള്ള വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മോസസ് പ്രവാചകൻ, മൂസാ നബി, അതുപോലെ ഈസാ നബി, ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പ്രവാചകൻ, അതേപോലെ തന്നെ അബ്രഹാം പ്രവാചകൻ, ഇബ്രാഹിം നബി, യാക്കോബ് തുടങ്ങി ധാരാളം പ്രവാചകന്മാർ ലോകത്തേക്ക് ദൈവ സന്ദേശങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. മനുഷ്യർക്ക് ഭൂമിയിൽ എങ്ങനെ നന്നായി ജീവിക്കാം എന്നുള്ളതാണ് ശരിക്കും ദൈവം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഭൂമിയിൽ നന്നായി ജീവിക്കുക, അതാണല്ലോ യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ഉദ്ദേശം. നന്നായി ജീവിക്കുക എന്ന് പറയുന്നത് സമാധാനത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. അസമാധാനങ്ങളില്ലാത്ത ശാന്തി ഉള്ള ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഭൂമിയാക്കി മാറ്റുക എന്നുള്ളതാണ് യഥാർത്ഥ മനുഷ്യജീവിതത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉപയുക്തമായ നിയമനിർദ്ദേശങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ വേദഗ്രന്ഥങ്ങളിലൂടെ നൽകുന്നത്. എല്ലാ വേദഗ്രന്ഥങ്ങളും ലോകത്തേക്ക് വരുമ്പോൾ മനുഷ്യനെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. വേദം ദൈവത്തെ അഭിമുഖീകരിച്ചുകൊണ്ടല്ല, ദൈവം മനുഷ്യനെ അഭിമുഖീകരിച്ചുകൊണ്ട് വേദങ്ങളിലൂടെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേദത്തിൻ്റെ പാരായണം അല്ലെങ്കിൽ വേദപാരായണം ധാരാളമായിട്ട് നടക്കുന്നൊരു കാലഘട്ടമാണ്. പല സമയങ്ങളിലും ആളുകൾ വേദങ്ങൾ വായിക്കാറുണ്ട്. വേദം വായിക്കുന്നത് പുണ്യകരമായി കരുതുന്ന സമൂഹങ്ങളുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം സമൂഹം വേദപാരായണം നടത്തുന്ന ഒരു മാസമാക്കി റമദാനെ മാറ്റാറുണ്ട്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ധാരാളമായിട്ട് വായിക്കുന്ന, യഥാർത്ഥത്തിൽ വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യപ്പെടാനുള്ളതാണോ അതല്ല അത് ഫോളോ ചെയ്യപ്പെടേണ്ട ഒരു സാധനമാണോ? ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പോലെ വന്ന പ്രവാചകന്മാർക്ക് വന്ന വേദഗ്രന്ഥങ്ങളൊക്കെയും മനുഷ്യനോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഭൂമിയിൽ ശാന്തതയോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുക എന്ന ഒരാശയമാണ് ശരിക്കും വേദഗ്രന്ഥങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഈ വേദഗ്രന്ഥങ്ങളുടെ പേരിൽ തന്നെയാണ് ലോകത്ത് വേദഗ്രന്ഥങ്ങളുടെ വാഹകരായ സമൂഹങ്ങളാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മതങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ മതങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകേണ്ട ഒരു ആവശ്യമേ അല്ല. കാരണം മതങ്ങളുടെ യഥാർത്ഥമായ ധാര എന്ന് പറയുന്നത്, അന്തർധാര എന്ന് പറയുന്നത് മനുഷ്യൻ ഭൂമിയിൽ സമാധാനത്തോടുകൂടി എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. ആ ജീവിതം പഠിപ്പിക്കുകയാണ്. എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും ആധാരശിലയും മൂലശിലയും മനുഷ്യ സമൂഹത്തിന് ഏറ്റവും സമാധാനപൂർണമായ ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി ദൈവം കുറേ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ദൈവം, അള്ളാഹു അല്ലെങ്കിൽ പടച്ചവൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ അർത്ഥത്തിൽ വന്ന അവസാനത്തെ വേദഗ്രന്ഥം, ഒരുപാട് വേദഗ്രന്ഥങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്, മുൻകാല പ്രവാചകന്മാർക്കും മുൻകാല സമൂഹങ്ങൾക്കും വന്നിട്ടുണ്ട്. അതിലേറ്റവും അവസാനത്തെ ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും അവസാനത്തെ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിനുശേഷം ഇനി മറ്റൊരു വേദഗ്രന്ഥമോ മറ്റൊരു പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ശേഷം മറ്റൊരു പ്രവാചകനോ വരുന്നില്ല. അതിനുമുമ്പ് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, ഒരുപാട് വേദഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. അവർക്ക് അതാത് കാലഘട്ടത്തിൽ മനുഷ്യർ എങ്ങനെ ഭൂമിയിൽ സമാധാനത്തോടുകൂടി ജീവിക്കണം, ദൈവനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് അറിവുകളുമായി കൊണ്ട് വേദഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. അത് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. എന്നാൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ച ഒരു വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതിൽ പലപ്പോഴും ഖുർആനെക്കുറിച്ച് പറയുമ്പോൾ അത് മനുഷ്യരോട് സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടി, സംഘട്ടനങ്ങളുണ്ടാക്കാൻ വേണ്ടി, സംഘർഷങ്ങളുണ്ടാക്കാൻ വേണ്ടിയുള്ള വേദഗ്രന്ഥമായിട്ട് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും മനുഷ്യൻ്റെ ഉള്ളിൽ സമാധാനമുണ്ടാക്കാനും വേണ്ടിയാണ് വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ ലേറ്റസ്റ്റ് വെർഷനായ വിശുദ്ധ ഖുർആൻ ശ്രമിച്ചിട്ടുള്ളതെന്ന് കാണാൻ കഴിയുന്നു. മുൻകാല വേദഗ്രന്ഥങ്ങൾ എങ്ങനെയാണോ സംസാരിച്ചത് അതേ ഭാഷയിൽ തന്നെയാണ്
അല്ലെങ്കിൽ അതേ രൂപത്തിൽ തന്നെയാണ് മാനവ സമൂഹത്തെ വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് ലോകത്ത് കുഴപ്പങ്ങളുടെ കാരണം എന്ന് പറയുന്നത് വേദഗ്രന്ഥങ്ങളല്ല. വേദഗ്രന്ഥം മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വേദഗ്രന്ഥം വായിക്കേണ്ട രൂപത്തിൽ വായിക്കാത്തത് കൊണ്ടോ അതിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വേദഗ്രന്ഥങ്ങൾ പ്രശ്നം ഉണ്ടാക്കാനല്ല, എല്ലാ പ്രശ്നങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട്, സംഘർഷങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട്, സംഘട്ടനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട്, യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട്, മനുഷ്യൻ്റെ ഉള്ളിലുള്ള നീചബോധങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ദൈവബോധത്തിലേക്കും ദൈവത്തിൻ്റെ ശരിയായ ഒരു പ്രതിപുരുഷനായിട്ട് ലോകത്തെങ്ങനെ ജീവിക്കാം എന്നതിനെക്കുറിച്ചുള്ള അറിവുകളാണ് ശരിക്കും വിശുദ്ധ വേദഗ്രന്ഥം പറഞ്ഞു തരുന്നത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ അത് മനുഷ്യനെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്നാണ്. അല്ലയോ മനുഷ്യരെ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സകല മനുഷ്യരെ ഉൾക്കൊള്ളുന്നു. അതിന് ജാതിയോ മതമോ വിഭാഗീയമായ ചേരിതിരിവോ ഏതെങ്കിലും ദേശവുമായോ ഭാഷയുമായോ ബന്ധപ്പെട്ടല്ല, മറിച്ച് അത് മനുഷ്യൻ എന്ന നിലക്കാണ് ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത്. അത് വിളിച്ചു പറയുന്ന യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഏകകമാണ്. മനുഷ്യൻ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുണ്ടായ മനുഷ്യരാണ് എന്ന് ലോകത്തുള്ള സകല മതങ്ങളുടെയും ജാതികളുടെയും ഉപജാതികളുടെയും ഒക്കെ അന്തർധാരയിൽ പെട്ടിരിക്കുന്ന മനുഷ്യനോട് പറയും നിങ്ങൾ ഒന്നാണ് എന്ന് പറയുന്നു. ആ ഒരുമയിലേക്ക്, മനുഷ്യൻ എന്ന ഏകകത്തിലേക്ക്, അവൻ്റെ ഐക്യത്തിലേക്ക്, ആ ഐക്യത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ വേണ്ടി. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ മതങ്ങളുടെയോ ജാതികളുടെയോ വംശങ്ങളുടെയോ വർണ്ണങ്ങളുടെയോ ഭാഷയുടെയോ പേരിൽ ചേരിതിരിവുകളും സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടാക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾ ഏകമാനവികതയുടെ വക്താക്കളായി മാറുക എന്നതാണ് വിശുദ്ധ ഖുർആൻ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങൾ ഒരാണിൽ നിന്നൊരു പെണ്ണിൽ സൃഷ്ടിച്ചിരിക്കുന്നു. വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു, നിങ്ങളെ പരസ്പരം തിരിച്ചറിയാനാണ് വ്യത്യസ്ത ഗോത്രങ്ങളും വർഗ്ഗങ്ങളും വർണ്ണങ്ങളുമാക്കി വേർതിരിച്ചിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിൽ സമാദരണീയനായിട്ടുള്ളത് ദൈവബോധമുള്ളവനാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ യഥാർത്ഥത്തിലുള്ള അവൻ്റെ ആ ഒരു ഉണ്മയിലേക്ക്, അവൻ്റെ സ്വത്വത്തിലേക്ക്, അവൻ്റെ ഏകതയിലേക്ക്, അവൻ്റെ സമാധാനത്തിലേക്ക്, അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യത്തിലേക്ക് അവനെ കൊണ്ടുപോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ വെർഷനാണ്, അല്ലെങ്കിൽ അവസാനത്തെ ലേറ്റസ്റ്റ് വെർഷനാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഖുർആൻ തുറന്ന മനസ്സോടുകൂടി വായിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളുമുണ്ട്. ആ തെറ്റിദ്ധാരണകൾ നീക്കാൻ കൂടി റമദാൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ദൈവം നമുക്ക് നല്ലത് വരട്ടെ, കൂടുതൽ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കരുത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.